ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. നമുക്ക് കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബ്രെഡും പഴവും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ആദ്യം 4 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചധികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5ഓ 4ഓ നമുക്ക് നേന്ത്രപ്പഴം വേണ്ടി വരും. ഇതൊന്ന് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരുപാട് പഴുത്തങ്ങ് അലിഞ്ഞു പോയ പഴം എടുക്കണ്ട. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇതാ അവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിരവി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് അങ്ങനെ പോകുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. അപ്പോൾ ഞാനൊരു 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡും പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മിക്സിലേക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ ചേർത്തത് കാരണം നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു മിക്സിന്. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഉന്നക്കായുടെ ഒക്കെ ആ ഒരു ചെറുതായിട്ടുള്ള ആ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പൊന്നും ആയിട്ടില്ല. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിതിവിടെ മുട്ടയുടെ കൂട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു കൂട്ട് മുട്ടയുടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു ക്രംസിൻ മാത്രമേ നമുക്കൊന്ന് വേവാനുള്ളൂ. ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ആ ബ്രെഡിൻ്റെ ആ ഒരു ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 വശവും ക്രിസ്പായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബ്രെഡിൽ മുക്കി പൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്നാക്സ്. അപ്പോൾ ഇതിവിടെ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്.
ഇത്രയും മതി. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.